കാസർഗോഡ് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ചതിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. മൻസൂർ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. പാവപ്പെട്ടൊരു വിദ്യാർത്ഥിനിയെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥിനിയെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥിനിയെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥിനിയെ കെട്ടിത്തൂക്കി കളഞ്ഞില്ലേ? യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധം, പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിൽ പ്രതിഷേധം. ഷഫീഖ് നസ്റുള്ള വിശദാംശങ്ങൾ നൽകും. ഷഫീഖ്, എന്താണ് ഇവിടെ ഉണ്ടായത്? ഈ വിദ്യാർത്ഥിനി എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്? ആത്മഹത്യ തന്നെയാണോ? ഇപ്പോഴെങ്ങനെയാണ് അവരുടെ ആരോഗ്യസ്ഥിതി? വിശദാംശങ്ങൾ. മൻസൂർ ആശുപത്രിക്ക് കീഴിലുള്ള നഴ്സിംഗ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. അത്യാസന്ന നിലയിൽ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പെൺകുട്ടി ചികിത്സയിലാണ്. ഇന്ന് രാവിലെ മുതൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ നഴ്സിംഗ് കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്. രാവിലെ SFIയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് വലിയ രൂപത്തിലുള്ള സംഘർഷത്തിലേക്ക് കലാശിച്ചു. പ്രവർത്തകരെ പോലീസ് ലാത്തി ചാർജ് നടത്തി. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ച് ഈ ആശുപത്രിക്ക് മുന്നിലെത്തിയപ്പോൾ തന്നെ പോലീസ് ലാത്തി ചാർജ് നടത്തി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ജോൺ മോൻ ജോസ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ വലിയ രൂപത്തിലാണ് പോലീസ് മർദ്ദിച്ചത്. തലക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. ആ തല പൊട്ടി ചോര ഒഴിക്കുന്ന ഷഫീഖ്, കേൾക്കാമെങ്കിൽ തുടരാം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസുകാരുടെ മുദ്രാവാക്യത്തിൽ കെട്ടിത്തൂക്കി എറിഞ്ഞില്ലേ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ കേൾക്കുന്നു. എന്താണ് ഇവരുടെ മരണത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തെല്ലാമാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്? എന്തെല്ലാം സംശയങ്ങളാണ് മരണത്തിൽ പിന്നിലുള്ളത്? ഷഫീഖ് നസ്റുള്ള വിശദാംശങ്ങൾ നൽകും. ഷഫീഖ്, അവിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് നേരിടുന്ന കാഴ്ചകൾ കൂടി കാണാം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സംഭവത്തിൽ പോലീസ് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധത്തിന് പോലീസ് ആശുപത്രിക്ക് മുൻപിൽ എത്തിയപ്പോൾ തന്നെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധമുണ്ടായി. പോലീസ് തലക്കടിച്ചത് പ്രതിഷേധം വളരെ സമാധാനമാണ്. നിങ്ങൾ ചാനലുകാരും ഉണ്ടായിരുന്നല്ലേ? വൈറ്റെടുത്ത് നോക്ക്. ഒരു ആരും പോലീസിനെ നമ്മൾ ആക്രമിച്ചിട്ടൊന്നുമില്ല. ഒരു പോലീസാണ് പരിക്കുണ്ടോ? ഇല്ലല്ലോ. ഇയാൾ മനഃപൂർവ്വം പോലീസ് അടിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ വേറൊന്നുമില്ലല്ലോ. കൊടിയല്ലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ CIയുടെ നിർദ്ദേശം മനഃപൂർവ്വം ഞങ്ങളെ പോലീസ് അടിച്ചാണ്. ഒരു പ്രകോപനം ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ജോമോന്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ജോമോൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഗുരുതരമായ പരിക്കുപറ്റിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടതല്ലേ? തലക്കാണ് അടിച്ചത് പോലീസ്. ഫസ്റ്റ് അടി തലക്ക്. ഒരു പ്രകോപനം ഇല്ലാത്ത സമയത്ത് അടിക്കാലോ, സുഖമായിട്ട് വടിയുണ്ടല്ലോ. ഇതുകൊണ്ട് പ്രതിഷേധം ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഉറപ്പായിട്ടും ശക്തമായ പ്രതിഷേധം നാളെ മുതൽ ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും.